പറഞ്ഞ പത്തനംതിട്ട എന്ന് വിളിക്കുന്നു. പത്തനംതിട്ട. ആരാണ്? ശശീന്ദ്രൻ എന്നാണ് എന്റെ പേര്. നമുക്ക് 2020 ഒരു യൂണിറ്റ് പത്തനംതിട്ട എത്രയും പെട്ടെന്ന് തുടങ്ങാനുള്ള സാഹചര്യം ചെയ്യണം. ഞങ്ങളത് അംഗമാകാൻ ഒരു 10-25 പേരോളം ഉണ്ട്. അതിന് എത്രയും പെട്ടെന്ന് അതിനുള്ള സാഹചര്യം എത്തിക്കണം. ഓക്കെ. പത്തനംതിട്ട ഏത് ഭാഗത്താ? പത്തനംതിട്ട കുമ്പഴ പുളിമുക്ക്. ഞാനിപ്പോ കിഴക്കമ്പല മാർക്കറ്റും എല്ലാം കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ വിചാരിക്കും കൊടുത്തിട്ട് കിഴക്കമ്പലം പഞ്ചായത്തിനോടെ ഇച്ചിരി സ്ഥലം മേടിച്ച് വീട് വയ്ക്കാനുള്ള പ്ലാനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 2020 പുതിയ എറണാകുളത്തും ചാലക്കുടിയിലും സ്ഥാനാർത്ഥികളെ നിർത്തിയേക്കുന്നു. എന്ത് തോന്നുന്നു? ഏറ്റവും ഉഗ്രം വിജയമായിട്ട് ജയിക്കും. അതിന് യാതൊരു മാറ്റമില്ല. കേരള നിയമസഭ സാർ ഇവിടുത്തെ നമ്മുടെ മുഖ്യമന്ത്രിയാവും. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ ജനങ്ങളും 2020യുടെ കൂടെ നിൽക്കാനുള്ള ഇതുണ്ട്. സാറിന്റെ ന്യൂസിൽ എന്നും ഞാൻ രാത്രി 12-1 മണി വരെ ഇന്ന് കാണും. സാറിന്റെ എല്ലാ പ്രശ്നങ്ങളും കേൾക്കുന്നുണ്ട്. ജനങ്ങൾ മൊത്തം സാറിന്റെ കൂടെ കൂടാനുള്ള എല്ലാവരും ഇപ്പൊ മറ്റേ എല്ലാ പാർട്ടികളെയും നമ്മൾ ഭരിച്ച് നമ്മളെ ഒളിച്ച് ഞാനൊരു തടി ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ലോഡ് പോകുന്നത് മൊത്തം പിടിച്ച് കെട്ടിയടിച്ച് ഞാനിപ്പോ ആകപ്പാടെ കടക്കാരനായി. കച്ചവടം ഇല്ല. ആകപ്പാടെ ഒരു ഗതിയിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ നിൽക്കുകയാണ്. ഓരോ പെരുമ്പാവൂർ റബ്ബർ എടുത്ത് പെരുമ്പാവൂർ കൊണ്ടുവന്ന പണിയായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും രാത്രി വണ്ടി പോകുന്നത് പിടിച്ച് 40,000-45,000 ബേക്കിൽ അടിക്കുക പറ്റി. അങ്ങനെ നമ്മൾ ഇവരെ കൊണ്ട് പൊറുതി മുട്ടി ഒരു ജാഗ്രതയിലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കുക. കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവര് വരുന്നതോളം കേരളം മുടിഞ്ഞു കേരളത്തിലെ ജനങ്ങൾ മൊത്തം ആത്മഹത്യ ചെയ്യേണ്ട വക്കിലെത്തി. ആത്മഹത്യ ചെയ്യേണ്ട വക്കിൽ എല്ലാവരും ആക്കി. നമ്മുടെ ടാക്സും എല്ലാം പിരിച്ച് എല്ലാം കട്ടും എല്ലാം ഇതില്ലേ അവരുടെ ഭരണം വന്നതോടെ എല്ലാം ഗുണ്ടായുസമായാലും നമ്മളിപ്പോ ഒരു തടിയെടുത്താൽ അവിടെ തന്നെ എല്ലാം ഇവരുടെ യൂണിയനും മറ്റു കാര്യങ്ങളും അവരെ കൊണ്ട് ജയിക്കണം. നമ്മളെ ഒരു തരത്തിൽ അവർ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. എല്ലാ മേഖല സർവ്വങ്ങളിലും ഗുണ്ടായുസമാണ്. ഒരു ബിസിനസ്സും നമ്മളെ കൊണ്ട് ജയിക്കത്തില്ല. നമുക്കിപ്പോ ഒരു എവിടെയെങ്കിലും ഇച്ചിരി തടിയെടുത്താൽ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ അവരപ്പേ വരിക, അവിടെ കൊടി കുത്തുക. അവര് പറയുന്ന അവരിപ്പോ നമ്മൾ റബ്ബർ മുറിച്ച് 1 ദിവസം 2 ദിവസം ഇട്ടിരുന്ന അത് അന്നേരം ലോഡ് കയറ്റിയില്ലേ വാങ്ങും. ഇവരുടെ യൂണിയൻ ഇങ്ങോട്ട് വന്ന് അവർ കൊടി കുത്തിയിട്ട് അവർ പറയും ഞങ്ങൾ 2 ദിവസം കഴിയും, 4 ദിവസം കഴിയും. അവരുടെ ആ ഗുണ്ടായുസം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞായിരിക്കും നമുക്ക് ലോഡ് കയറ്റി തരുന്നത്. അപ്പൊ അങ്ങനെ ഇവരെ കൊണ്ട് പുറകെ വിട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കുക. ഞാന് കൊച്ചിയിൽ നിന്ന് വിളിക്കുക. വൈറ്റില്ല എന്ന് പറയുന്ന സ്ഥലത്തോട്ട്. ആരായി സംസാരിക്കുന്നത്? സുനിൽ മാത്യു. സുനിൽ, ഞാൻ ഈ പ്രോഗ്രാം കാണാറുണ്ട്. നമ്മുടെ 2020 വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ 87 ഏജായി. ഞാനിവിടെ വൈറ്റിലാണ് താമസിക്കുന്നത്, ഞാനും എൻ്റെ വൈഫും. എൻ്റെ പേര് വർഗീസ്. എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് നമ്മുടെ 2020 വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് അറിയാനാണ് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞ് ഞാൻ അത് ചെയ്തോളാം. വീട്ടിലൊന്നുണ്ട്. എന്തെങ്കിലും ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുകയോ എഴുതുകയോ പഠിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ഞാന് MES-ലായിരുന്നു. അതെ. എന്നിട്ട് ഞാൻ സൗദിയിലെ ഒരു 10 വർഷം സൗദിയിലായിരുന്നു. അങ്ങനെ കുറെ ഇതൊക്കെ സർവീസൊക്കെ ഉണ്ട്. വെരി ഗുഡ്. ഞാൻ ഈ പ്രോഗ്രാം കാണാറുണ്ട്. എങ്ങനെയെങ്കിലും നമുക്ക് ഈ 2020 ഒന്ന് കൊണ്ടുവരണമായിരുന്നു. അതിനു വേണ്ടി എന്ത് എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്നറിയാൻ ഞാൻ. തീർച്ചയായിട്ടും ഞാൻ നമ്പർ കൊണ്ടുള്ള ഞാൻ സാറിനെ വിളിച്ചോളാം. പ്ലീസ്. താങ്ക് യു. മുണ്ടക്കയത്ത് എന്തായാലും 2020 വന്ന് വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ കുറേ അംഗങ്ങളുണ്ട്. എല്ലാവരുമായിട്ട് ഒറ്റയൊരു രീതിയിൽ നമുക്ക് പോകത്തക്ക രീതിയിൽ പോയില്ലേലും ശരി 2020 എനിക്ക് 2020 ജീവനാണ്. അതുപോലെ കുറേ ജനങ്ങളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവിടെ വന്നൊരു നല്ലൊരു പ്രസംഗവും മീറ്റിങ്ങും മെമ്പർഷിപ്പും എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചു കേരളം നല്ലൊരു കേരളമാക്കി തീർക്കാം എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത് സാറത് വിനയമായിട്ടത് എടുക്കണം. എങ്കിലേ നമുക്ക് അത് വിജയത്തിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്നിച്ച് നിന്ന് ആ സാറിനോട് പറഞ്ഞ് ഈ പിണറായി വിജയൻ കൊള്ളികയല്ലെന്ന് പറഞ്ഞതിന് എൻ്റെ കുടുംബശ്രീയിലെ അരിവായുടെ ഒരു ആൾ ആണ്. അവരോട് ഞാൻ പറഞ്ഞു കുറേ നാളായിട്ട് പെൻഷനൊന്നും കിട്ടുന്നില്ല, ഇതാന്ന് പറഞ്ഞപ്പോഴത്തേനും അവർ എന്നെ പിണറായി വിജയൻ എന്നെ അടുത്ത് പിന്നെ നരേന്ദ്രമോദിയല്ലേ തരാത്ത. ഞാൻ പറഞ്ഞു നരേന്ദ്രമോദി എൻ്റെ അമ്മായിപ്പനല്ല,
പിന്നെ പിണറായി വിജയനും എൻ്റെ അമ്മായിപ്പനല്ല. ഞാൻ കഷ്ടപ്പെട്ട എനിക്ക് ജീവിക്കാം. ഇവന്മാരെന്നാ കാണിക്കുന്നത്? ഇത്രയും കുട്ടിച്ചോറാക്കിയത് പോരാഞ്ഞിട്ട് വത്സമ്മ എന്നാ പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. പിന്നെ പിണറായി വിജയൻ എന്നാ കാണിച്ചതെന്ന് പറഞ്ഞാൽ അതിയാൻ്റെ മുഖത്തോട്ട് എല്ലാവരും കൂടെ കയറുന്ന ഒരു പെണ്ണും പിള്ള ചോദിച്ച വാക്കാണ്. നമ്മുടെ കുടുംബശ്രീകൾ അവരൊക്കെ കമ്മ്യൂണിസ്റ്റിൻ്റെ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളോടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ആരായാലും ശരി, ഏതവനായാലും ഞാൻ പറയുമെന്ന് പറഞ്ഞു. കൊള്ളിയല്ലാത്ത പണി കാണിച്ചാൽ ആരായാലും ഞാൻ പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ 2020 കൂടെ നിന്നെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ വൺ ഇന്ത്യ ആൾക്കാരെല്ലാവരും കാത്തിരിക്കുകയാണ്. മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി ആ ഭാഗങ്ങളിലെല്ലാം വന്ന് ഒരു മീറ്റിങ്ങും കാര്യങ്ങളും മെമ്പർഷിപ്പും കൊടുക്കണം. അതിന് സ്ഥാനാർത്ഥിയെ നിർത്തണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വൻ വിജയത്തോടു കൂടി വിജയിക്കും. മനുഷ്യനെല്ലാം വീർപ്പ് കൊണ്ട് നിൽക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് 2020 കേരളം ഒട്ടാകെ ആകണം എന്നാണ് എൻ്റെ പ്രാർത്ഥനയും. അങ്ങനെ തന്നെ ആകണം, എങ്കിലേ നമ്മുടെ നാട് രക്ഷിക്കാനാകുള്ളൂ. ഞാൻ വിളിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. നിങ്ങൾ കണ്ണൂർ വരണം. കണ്ണൂരാ വരേണ്ടത്. ഇത് കണ്ണൂര് രാഷ്ട്രീയത്തിന്റെ ഇവർ നശിപ്പിച്ച് ഇവരുടെ മുമ്പിൽ നിന്ന് നമുക്ക് ഉയർന്ന് എണീക്കണം. സാബു ജാക്കബ് പോലത്തെ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ എന്റെ ടീമാക്കും. ഞാൻ എന്തായാലും സാറേ, ഇനി രാഷ്ട്രീയത്തെ പറ്റി അതിന് കൂടുതൽ അറിയില്ലെങ്കിലും ഇവരെ ഭരണം കണ്ട് മടുത്ത് ഒരു രക്ഷയില്ല. അങ്ങയുടെ പേരെന്താണ്? എന്റെ ഒരു സജീവൻ. ഞാൻ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. എന്റെ കുടുംബത്തിന്റെ വലിയൊരു ഫാമിലി ആയാണ്. എല്ലാം കഴിവിന്റെ പരമാവധി അയൽവാസികളെ, നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഞാൻ കൂടെ നിൽക്കും. പാലക്കാട് രാജേന്ദ്രനാണ്. ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജില്ലകളിലും കോർണർ മീറ്റിങ്ങുകളും വിളിച്ചു കൂട്ടിയാൽ പൊതുജനം അറിയുള്ളൂ. സ്ഥലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെ, എഴുത്തുമാരെ അറിയാവുന്നവർ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നവർ മാത്രമല്ല. അതുകൊണ്ട് കോർണർ മീറ്റിങ്ങുകൾ അത്യാവശ്യമായിട്ട് നടത്തി നല്ല പ്രസംഗശേഷി ആത്മാർത്ഥതയുള്ള ആൾക്കാരെ നേതൃസ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് നല്ല പ്രസംഗങ്ങൾ വഴി നാട്ടിൽ മുഴുവൻ ഈ സംഘടനയെ പറ്റി അറിയിക്കണം. ഞാൻ പാലക്കാടാണ്. എനിക്ക് ഇടുക്കിയിലും ആൾക്കാരുണ്ട്. ഞാൻ ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് എല്ലാവരുമായിട്ട് എല്ലാ ദിവസവും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടുത്തെ പാലക്കാട്ട് നിന്നേ. സാറിന് എപ്പോഴും ഞാൻ ഈ ചാനൽ, നമ്മുടെ ചാനൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു വർഷം കോയമ്പത്തൂർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ തന്നെ വെച്ച് ആ വാർത്തകൾ 2020 പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിവിടെ പാലക്കാട് മാത്തൂർ പഞ്ചായത്തിനാണ്. ഞാൻ കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ മണ്ഡലം പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്തതാ. മാൻ സാർ മരിച്ചപ്പോ ഇപ്പോ കേരള കോൺഗ്രസിന്റെ പാലക്കാട്ടിലെ പ്രവർത്തകർ ഇപ്പോ ഒരു ഗതിയും കിട്ടാതെ നടക്കുക. ഞാനിപ്പോ 1-2 വർഷമായിട്ട് ഒരു പരിപാടിക്കും പോയിട്ടില്ല. അപ്പൊ ഞാൻ ചെറിയ കടയുണ്ട്. അപ്പൊ കടയിൽ വരുന്നവരോട് ഇപ്പോ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ സർവേ എടുത്തു പഠിക്കുമ്പോൾ എടുക്കുക. അപ്പൊ എല്ലാവരും പറയുന്നത് 2020 പോലെയുള്ള കുഴപ്പം അതൊക്കെ വിരമിച്ചാൽ ഞങ്ങൾ സഹകരിക്കാന്ന് എന്നോട്. പേര് ജെസ്സി. 2020 ഇവിടെ നമ്മുടെ കളമശ്ശേരിയിലൊക്കെ വരുമോ? ഇവിടെ മോനുണ്ട്, മോന്റെ ഭാര്യയുണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ പിന്നെ എന്റെ മക്കള്, പെൺമക്കളെയൊക്കെ അവരൊക്കെ ചേരാൻ ആഗ്രഹമാണ്. ഇത് കോഴിക്കോടുള്ള ഒരു ധർമ്മരാജ് എന്ന് പറഞ്ഞതാണ്. ഞാൻ 2020 ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു അഭിനന്ദനം അർപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ കോഴിക്കോട് ഇതിലോട്ടത്താണ്. അപ്പൊ 2020 പോലുള്ള ഒരു കേരളത്തിൽ വരികയാണെങ്കിൽ ഒരു പക്ഷേ കേരളം കൈക്കലായി പോകും എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പം കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ കളിയും മറ്റു കാര്യങ്ങളൊക്കെ അതുകൊണ്ടതൊന്ന് വിളിച്ചതാണ്. ഹലോ സാറേ, കോൺഗ്രസും ഒക്കെ ഇപ്പം വീടുകളിൽ എല്ലാം കയറി ഭയങ്കര വോട്ട് പിടിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഓരോരുത്തരും ചോദിച്ചു, നിങ്ങൾക്കൊന്നും വോട്ട് തരികയില്ല, അതുപോലെ 2020 കൊടുക്കാൻ പോകുന്നത്. ഇട്ടായോളം വട്ടത്തിൽ അവർ ഭരിച്ചാൽ എന്നാ കാണിക്കാനാ? അതൊക്കെ ചുമ്മാതെയാ, അതൊന്നും നടപ്പിലാകുന്നതല്ല. അവർ ഒന്നും കാണിക്കാനും പോകുന്നില്ല എന്നൊക്കെയാണ്. ഈ BJP ആയാലും മറ്റുള്ളവരായാലും കമ്മ്യൂണിസ്റ്റിന് ഒട്ടും കുടിക്കുകയില്ല, BJPക്കും കുടിക്കുകയില്ല, ഒരുത്തനും കുടിക്കുകയില്ല. 2020 ഇത് മുതിർന്ന് ഏറി വരുവാണെങ്കിൽ ഉടനെ തന്നെ എന്നതേലും ഒരു നടപടി എല്ലാവരിലും ഇത് മുന്നേറ്റമായിട്ട് കയറി എല്ലാവർക്കും നല്ലൊരു ജീവിത മാർഗം കാണിച്ചു കൊടുക്കുന്ന ഒരു 2020 ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ കേരളം സ്വർഗതുല്യമായി തീരും. ഈ കാവാലന്മാർക്ക് കൊടുക്കാതെ എല്ലാ ജില്ലകളിലും
2020 സമ്മേളനവും മീറ്റിങ്ങും ഒക്കെ നടത്തണം. അതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ചെയ്താലേ ഈ കേരളം നശിക്കാതെ നമുക്ക് ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം എവിടെയെല്ലാം മെമ്പർഷിപ്പ് കൊടുക്കാം, എവിടെയെല്ലാം ഇതിൻ്റെ മീറ്റിംഗ് എടുക്കാം. ഒത്തിരി പേര് ഇതുപോലെ വിഷമിച്ച് ജീവിക്കുവാണ്. എങ്ങനെയാണ് 2020 സമീപിക്കുന്നത്, എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും, അങ്ങനെ അറിവില്ലാത്തവരും ഒക്കെ ഒത്തിരി പേരുണ്ട്. അമ്മമാരും വീട്ടമ്മമാരും വല്യപ്പന്മാരും ഒക്കെ എല്ലാവരും ജീവിതം മടുത്ത് വഴിമുട്ടി നിൽക്കുന്ന ഒരു സമയമാണ് 2020. ഇപ്പോൾ എല്ലാ രാജ്യത്ത് എവിടെ ചെന്നാലും നല്ലൊരു മുന്നേറ്റം കിട്ടും, ഉറപ്പാണത്. അതിനുവേണ്ടി എല്ലാവരും ചാവര കാത്തിരിക്കുന്ന പോലെ കാത്തിരിക്കുന്ന ഒരു വേഴാമ്പലിൻ്റെ ഒരു രീതിയിലാണ് മനുഷ്യൻ നിൽക്കുന്നത്. പാർട്ടി അവന്മാരങ്ങനെ നടക്കട്ടെ. 2020 എങ്ങനെയെങ്കിലും ഇതിലേക്ക് എല്ലാവരെയും സംഘടിപ്പിച്ച് ശക്തമായിട്ട്. എന്നോട് ചോദിച്ചു, സാബു ജേക്കബിനൊന്നും ഇതൊന്നും നടത്താനുള്ള കഴിവില്ല, അവരെന്നെ കാണിക്കുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നൊക്കെ എന്നോട് കുറേ പേര് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാണിക്കുന്നത് എന്തും ആയിക്കോട്ടെ, 2020 വിജയത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ കേരളവും നന്നാവും, പാവപ്പെട്ടവർക്ക് ഒത്തിരി ഗുണങ്ങളും ഉണ്ടാകും. നക്കാപ്പിച്ചൊന്നും നിങ്ങളെപ്പോലെ കൈയിട്ട് വാരാൻ വരുന്നവരൊന്നും അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, ഇങ്ങനെ ചങ്ങനാശ്ശേരി, ഈ എല്ലാ ഭാഗത്തും നിങ്ങളുടെ ഒരു മീറ്റിങ്ങും കാര്യങ്ങളും നടത്തണം. എത്രയും വേഗം, ഓരോ സമയമില്ല, അതുകൊണ്ട് എത്രയും വേഗം നമുക്കിത് നേടിയെടുത്തേ പറ്റൂ. ഓക്കെ സാറേ. അത് കഴിഞ്ഞ ഇതെല്ലാം ഞാൻ അവരുടെ സമ്മേളനവും എല്ലാം കൂടിയുള്ളതാവും. അതിൻ്റെ അഭിപ്രായത്തിൽ എല്ലാ മണ്ഡലത്തിലും കേരളത്തിൽ അങ്ങേയറ്റം ഇങ്ങേയറ്റം വരെ എല്ലാ തലത്തിലും നടത്തണം. അത് അതിൽ മാത്രമേ പ്രസ്ഥാനം വിജയിക്കുന്നത്. ഒരു നല്ല ശതമാനം ആളുകളും ഇത് പ്രതികരിച്ചിരിക്കുന്നവരുണ്ട്. അവർക്ക് ഈ കുറച്ചുകൂടെ ബന്ധപ്പെടാനോ സഹകരിക്കാനോ എല്ലാ സ്ഥലത്തും ഇത് വെച്ചാൽ ഇത് വളരെയധികം വിജയിക്കും. ഇത് നമ്മുടെ കേരളത്തിൻ്റെ നാടിൻ്റെ നന്മയ്ക്ക് ഏറ്റവും ഉപകാരപ്പെടും എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം സാഹുകാരനെ സംബന്ധിച്ച് അങ്ങേർക്ക് പണം ഉണ്ടാക്കാനോ അങ്ങേർക്ക് രാജാവാകാനോ ഒന്നും വേണ്ടിയല്ല. അയാൾ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരപ്പൻ്റെ മോനാണ്. അതുകൊണ്ട് നമുക്ക് നല്ലത് വാർത്തകൾ ഇതാക്കി പ്രതീക്ഷിക്കാം. പിന്നെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് നോക്കിയില്ലെങ്കിൽ എവിടെയെങ്കിലും നിർത്തിയാണ്. ഇത് ആൾക്കൂടി നിർത്തുന്നത് പുറത്തേക്കിട്ട് എറണാകുളം നിർത്തുന്നത്. അത് അഭിപ്രായമുള്ള വ്യക്തികളും കൈയിട്ട് വരാത്ത വ്യക്തികളുമായി നോക്കി വേണം നിർത്താൻ. അത് വേറെ ഒന്നും നോക്കണ്ട, ഈ രണ്ട് കാര്യങ്ങൾ നോക്കാം. അങ്ങനെയുള്ള ആളുകളെ നിർത്തി മത്സരിപ്പിച്ചാൽ കേരളത്തിൽ അങ്ങനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് ജയിക്കാവുന്ന ഏകദേശം ഉള്ള എല്ലാ സ്ഥലത്തും ആളുകൾ ജനം വോട്ട് ചെയ്യും. ഈ അഭിഷേകമുണ്ട്. കാരണം അത് എല്ലാം കൊണ്ടും ഇവർ നല്ലൊരു അവസരം കൈവന്നിരിക്കുകയാണ്. അത് എല്ലാവരും സഹകരിച്ച് സാറിൻ്റെ മറുനാടിൻ്റെ എല്ലാ സഹായമൊക്കെ അതിനകത്ത് കൂടുതലെല്ലാം കിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഈ കൈയിട്ട് വാർത്തവരുടെ ഈ ഓശാരം പറ്റുന്ന ആളുകളാണ്, മറ്റുള്ള പത്രങ്ങളൊക്കെ ആളുകൾ, ന്യൂസ് ചാനലുകളൊക്കെ. അതുകൊണ്ട് അത് കൈയിട്ട് വരാത്ത ഒരുപാട് ചാനലുകൾ മാത്രമേ നിങ്ങളുടെ സാറിൻ്റെ മറ്റേ മറുനാട്ടിൻ്റെ ഉള്ളതുള്ളൂ. അപ്പോൾ അതിന് കാര്യമായ പ്രചാരണം കൊടുക്കണം. നിങ്ങൾ കൊണ്ട് ചെയ്യാതെ എല്ലാ സഹായങ്ങളും അവർ ചെയ്യണം. അത് നന്നായി വരണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.